ന്യൂയോർക്ക് സിറ്റിയുടെ നിയുക്ത മേയർ സൊഹ്റാൻ മാംദാനിക്ക് 34 വയസ്സുണ്ട്. എന്നാലും അദ്ദേഹം ഒരു ശിശു ആണെന്നാണ് ഇന്നത്തെ ന്യൂയോർക്ക് പോസ്റ്റിൽ ഒരു ലേഖനത്തിൽ പറയുന്നത്. അതേതായാലും എനിക്കിഷ്ടപ്പെട്ടു ശിശു എന്ന പ്രയോഗം. അതിനവർ പറയുന്ന കാരണം ഇതാണ്: ഈ 34 വയസ്സിനിടയിൽ ഈ മാംദാനി ഒരു ജോലിയും ചെയ്തിട്ടില്ല, കാര്യമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. ആരെയും ഒരു സ്ഥാപനം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യുകയോ എന്തെങ്കിലും കാര്യമായ ഒരു അച്ചീവ്മെൻറ്റുമില്ല. പക്ഷേ 2 തവണ അദ്ദേഹം അസംബ്ലി മെമ്പറായി. അസംബ്ലി മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ MLAക്ക് തുല്യമാണ്. അതായി എന്നുള്ളത് അതൊഴിച്ചാൽ വേറെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രിവിലേജ്ഡ് കുടുംബത്തിലെയാണ്. അച്ഛൻ പിന്നെ കൊളംബിയയിലെ പ്രൊഫസറാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അമ്മ ഒരു ഫിലിം മേക്കർ. അപ്പം സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള ഒരു കുടുംബത്തിലെയാണ്. അപ്പോൾ അങ്ങനെ നല്ല നിലയിൽ വരുന്ന പിള്ളേർ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊഫസർമാർ പറഞ്ഞു കൊടുക്കുന്ന ഇടതുപക്ഷ തത്വശാസ്ത്രമൊക്കെ പഠിച്ച് അവരെല്ലാം തലതിരിഞ്ഞു പോയി എന്നാണ് അവർ ലേഖനത്തിൽ പറയുന്നത്. അത് ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ശിശു എന്ന പ്രയോഗം എനിക്കിഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശിശുക്കളെയൊക്കെ പിടിച്ച് മേയർമാരാകുന്നുണ്ട്. ഇപ്പോൾ ഇതാ പാലായിലൊരു ശിശുവിനെ പിടിച്ച് മേയറാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്തൊരു ശിശു മേയറായിട്ട് അവിടെ കുളം തോണ്ടി കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ കുളം തോണ്ടി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. 21 വയസ്സുള്ളവർക്ക് 21 വയസ്സിൽ നമ്മളൊക്കെ എന്താണ് ചെയ്തിരുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ MAക്ക് പഠിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രായമായിട്ടുള്ളൂ. 22 വയസ്സെങ്കിലും ആകണം MA പാസ്സാവണമെങ്കിൽ കേരളത്തിലെ ആ സിസ്റ്റം അനുസരിച്ച്. അപ്പോൾ ഒരു MA വിദ്യാഭ്യാസമെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ 21 വയസ്സിൽ പിന്നെ ഒരു മാസ്റ്റേഴ്സ് ബിരുദമെങ്കിലും ഇല്ലാത്തവർ ഈ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഖേദകരമാണ്. അതിന് എന്തുമാത്രം അറിവാണ് അവർക്കുള്ളത്, എന്തുമാത്രം പരിചയമാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ മുൻനിർത്തി ആരെങ്കിലുമൊക്കെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. എന്തായാലും തിരുവനന്തപുരംകാരുടെ ഗതി പാലക്കാർക്കും വരട്ടെ, അല്ലേ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പിന്നെ ആശംസിക്കാം. ഇനി ഈ ഇന്നത്തെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. ഈ ന്യൂയോർക്ക് പോസ്റ്റിന് വിരൽ പിടിപ്പിച്ച കാര്യം, മിസ് റേച്ചലിനെ ഈ മാംദാനിയുടെ ഒരു ഉപദേഷ്ടാവായിട്ട് നിയമിച്ചിരിക്കുന്നു. ഈ മിസ് റേച്ചൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഈ മിസ് റേച്ചൽ. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ ABC പഠിപ്പിക്കുകയും അക്ഷരം പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ടോഡിലേഴ്സിന് കുഞ്ഞുങ്ങൾ പിന്നെ 5-6 മാസമുള്ള കൊച്ചുങ്ങൾ മുതലുള്ളവർ അവരെ പഠിപ്പിക്കുന്ന ഹായ് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് ഈ പിള്ളേർ ചിരിക്കുന്നത്, അത് കൊച്ചു പിള്ളേരുള്ളവർ ഇപ്പം എൻ്റെയൊക്കെ ഗ്രാൻഡ് കിഡ്സ് ഒക്കെ ചിരിക്കുന്നത് കാണുന്നത് എന്തോ ഒരു സന്തോഷമാണ്. അമ്മയെ കാണുന്നതിനേക്കാൾ സന്തോഷമാണ് ഇവരെ മിസ് റേച്ചലിനെ കാണുന്നത്. അപ്പോൾ അവരെ ഒരു ഉപദേഷ്ടാവായിട്ട് ഉപദേഷ്ടാവായി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന ഒരാൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ മാംദാനിയും ഒരു ശിശുവാണ്, അദ്ദേഹത്തെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നുള്ള ഒരു വ്യംഗ്യ അർത്ഥം. ഇനി ഈ മിസ് റേച്ചലിനോട് പിന്നെ അത് എഴുതിയതെന്തോ യഹൂദ വംശജയാണെന്ന് തോന്നുന്നു. അവർക്ക് ഉള്ള കലിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ മിസ് റേച്ചൽ ആൻറ്റി-സെമിറ്റിക് ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അവരെ ആൻറ്റി-സെമിറ്റിക് ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിക്കാനും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നടന്നില്ല. പിന്നെ ടക്കർ കാൾസൺ എന്ന് പറഞ്ഞ ഫ്യൂവൻഡസ് എന്ന് പറഞ്ഞൊരു വർഗീയവാദിയുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത ആ ടക്കർ കാൾസനാണ് ആ പദവി കിട്ടിയത്. ഇവർക്കത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പകരം പിന്നെ എന്തായാലും അത് കിട്ടിയില്ല. അപ്പോൾ ഇവർ ചെയ്ത കുറ്റം, ഗാസായിലെ കുട്ടികളെ വെച്ച് ഒരു പ്രോഗ്രാം നടത്തി. ഗാസായിലെ ഒരു കുഞ്ഞുകുട്ടി പിന്നെ കാലില്ലാത്തൊരു കുട്ടി ചാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് അപ്പോൾ ഗാസായിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു, എന്തുകൊണ്ട് ഇസ്രായേലിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തില്ല? അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താണ്, അതിനെപ്പറ്റിയൊന്നും പറയാത്തത് എന്താണെന്ന്. അപ്പോൾ അന്ന് മിസ് റേച്ചൽ തന്നെ പറഞ്ഞു, ഗാസായിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടി വേദനിക്കുമ്പോൾ ഇസ്രായേലിലെ കുട്ടികൾക്ക് വേണ്ടി വേദനിക്കുന്നില്ല എന്നർത്ഥമൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഗാസായെന്നോ ഇസ്രായേലെന്നോ ഇല്ല എന്ന് ഞാനത് അംഗീകരിക്കുകയാണ് അവരുടെ ആ നിലപാടിനോട്. ഒരു കാരണവശാലും അവരെ അങ്ങനെ ഒരു ആൻറ്റിസെമിറ്റിക്കായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾ പിന്നെ അവരുടെ ആ നിലപാടുകൾ അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഇല്ല എന്നുള്ളത്. കുട്ടികളോടുള്ള ആ സ്നേഹം അതാണ് അവരിൽ കാണുന്നത്. പക്ഷേ എന്തായാലും മാംദാനിക്കൊരു ഉപദേഷ്ടാവായി വന്നു എന്നുള്ളതാണ്. അപ്പം മാംദാനി ഒരു ശിശുവാണ്, ഇവർ ഈ ശിശുക്കളെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഇവരെ പിന്നെ മാംദാനിയും പഠിപ്പിക്കാനാണ് എന്നുള്ള രീതിയിലാണ് ആ ലേഖനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാംദാനി പിന്നെ കൂട്ടത്തിൽ വേറെ 1-2 കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഈ മാംദാനിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഈ തീവ്ര ഇടതുപക്ഷം അല്ലെങ്കിൽ തീവ്രമായ നിലപാടുകളുള്ള ആളുകൾ, ഒരുവിധപ്പെട്ട ആളുകൾ ഈ കരിയർ രംഗത്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ പിന്നെ അറിയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളല്ല. ഇങ്ങനെയുള്ള തീവ്ര ഏതെങ്കിലും നിലപാടുകളിലൂടെ വന്നിട്ടുള്ള ആളുകൾ, ലെഫ്റ്റിസ്റ്റ് ആശയങ്ങൾ, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പിന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻറ്റ് ആയിട്ടുള്ള ലീന ഖാൻ, അവർക്കും 34-35 വയസ്സേ ഉള്ളൂ. 33-ാമത്തെ വയസ്സിൽ അവർ
ഈ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ്റെ മേധാവിയായി. അത് അമേരിക്കയിൽ വലിയ അധികാരമുള്ള സ്ഥാനമാണ്. അത് ഇവിടുത്തെ ഗൂഗിൾ മുതലുള്ള വലിയ വലിയ വമ്പൻ കമ്പനികളെ അവർ ഉറപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള മഹതിയാണ്. അപ്പോൾ അവരെയൊക്കെയാണ് അദ്ദേഹം ഈ ട്രാൻസിഷൻ ടീമിൽ അതിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ലീന ഖാൻ പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനിയും ഇന്ത്യക്കാരിയൊക്കെ എല്ലാം ഒരുപോലെയാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ വന്ന് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും അന്നും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇവരൊക്കെ ഇത്തരം മിടുക്കലാണെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുകയും സ്വന്തമായിട്ടൊരു വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കട്ടെ. ഈ ആരെങ്കിലുമൊക്കെ പോയി ഭരിച്ച് ആരെങ്കിലും നേട്ടമുണ്ടാക്കും, അവരെ പിന്നെ നിയന്ത്രിക്കാനും ഭരിക്കാനും ഒക്കെ പോകുന്നതിന് പകരം അതിന് കഴിവില്ല. പിന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ DYFIക്കാരും KSUക്കാരും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു മാന്തലും ചൊറിയലും ഇതൊക്കെയാണ് പരിപാടി. അല്ലാതെ സ്വന്തമായ ഒരു നേട്ടം ഉണ്ടാക്കുക അതിന് ശ്രമിക്കാറുമില്ല. എന്തായാലും അടുത്ത ആഴ്ച 1-ാം തീയതി മാംദാനി സ്ഥാനമേൽക്കുകയാണ്. ഇനി അദ്ദേഹം എന്തായാലും അഫോർഡബിലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, മറ്റൊന്നും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ആളുകളെ ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്ന ഈ കുട്ടികളെ വളർത്തുന്ന അതിന് വേണ്ടിയിട്ടുള്ള ചിലവാണ്. കാരണം കൊച്ചുകുട്ടികളെ നോക്കണമെങ്കിൽ നമുക്കറിയാം 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ ആരെങ്കിലും എപ്പോഴും മുതിർന്നവർ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ കൊച്ചുകുട്ടികളെ വളർത്തുമ്പോൾ ആ അവർക്ക് ബേബി സിറ്റർ വേണം, അല്ലെങ്കിൽ അമ്മ വീട്ടിലിരിക്കണം. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം അവർക്ക് വരുമാനം ഇല്ലാതെയാകും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുകുട്ടികളെ നോക്കുന്നതിന് ബേബി സിറ്റർ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. വാസ്തവം പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനം ഈ സ്കൂൾ പോലെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഏൽപ്പിക്കുക. രാവിലെ മാതാപിതാക്കൾ സ്കൂളിൽ അവർ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഏൽപ്പിക്കുകയും അവിടെ ഇവരെ നോക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, സിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ആളുകൾക്ക് വലിയ ഉപകാരമായിരിക്കും. സിറ്റിക്കും അത് വലിയ ഗുണമായിരിക്കും. കാര്യം ആദ്യമൊക്കെ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും അതിന് ഈ പണക്കാർക്ക് ഇത്തിരി ഈ ടാക്സ് ചുമത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ പണക്കാർക്ക് ടാക്സ് ചുമത്തുന്നതിനെ പലരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മലയാളികൾ തന്നെ നല്ലൊരു പങ്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം 1 മില്യണിൽ കൂടുതൽ ആസ്തിയുള്ളവർ, അപ്പം 1 മില്യണിൽ കൂടുതലുള്ള ആസ്തിയുള്ളവർക്ക് ടാക്സ്. ഈ 1 മില്യണിൽ കൂടുതൽ ആസ്തി എന്ന് പറയുമ്പം നമ്മുടെ ആളുകളുടെയൊക്കെ വീടുകൾക്ക് എല്ലാവരും തന്നെ 1 മില്യണിൽ കൂടുതൽ ആസ്തിയുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ടാക്സ് വരുമെന്നുള്ള പേടി അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാംദാനിയുടെ നയങ്ങളോട് പലർക്കും എതിർപ്പുണ്ട്. എങ്കിലും ഇത് നല്ല കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു ശിശുവാകാതെ ഒരു തിരുവനന്തപുരം മേയർ ശൈലിയിലല്ലാതെ ഒക്കെ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഉയർന്ന നിലയിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെല്ലാം അപഹസിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മാംദാനി ഒരു വിജയമായി തീരേണ്ട നമ്മുടെയൊക്കെ ഒരാവശ്യമാണ്. അദ്ദേഹം വിജയിക്കട്ടെ. ആ വിജയാശംസകൾ നേരുന്നു.